അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ആലമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയനായ നേതാക്കൾ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഫ്ലീരിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ സാഹിബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള റിയാദിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലെ പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് 17 വർഷം കർമ്മമണ്ഡലത്തിൽ, കർമ്മവീതിയിൽ ഒരുപാട് പ്രതിഭകളെ ഇസ്ലാമിക തലത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ മണലാരണ്യത്തിൽ മുന്നേറുകയാണ്. സർവശക്തനായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം, നേരത്തെ ഉപക്രമ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ ഇതിൻ്റെ ജനറൽ കൺവീനർ ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ, ഏറ്റെടുത്ത ദൗത്യത്തോട് ആത്മാർത്ഥമായ സമീപനം പുലർത്തിക്കൊണ്ട് അതിൽ അണിചേരാൻ സൗദി അറേബ്യയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാർ ഒന്നിച്ചണിനിരക്കുമ്പോൾ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ സ്വപ്നം പൂവണിയുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തവണയും 250-ലധികം വരുന്ന റാങ്കുകാർ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെക്കുറിച്ച് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നവരുണ്ട് എന്നാണ്. തീർച്ചയായും സർവശക്തനായ നാഥൻ്റെ പക്കൽ ഇതൊരു അനുഗ്രഹമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാടും വീടും ഉറ്റവരെയും ഉടയവരെയും വിട്ട് ഈ പ്രവാസ ലോകത്തേക്ക് കുടിയേറുമ്പോൾ എല്ലാം പൂട്ടിവെക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഈ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു മാലാഖയെപ്പോലെ അറിവിൻ്റെ, അക്ഷരത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ വിശുദ്ധ ഖുർആനുമായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ കർമ്മവീതിയിൽ അണിനിരക്കുന്ന അണിയറ ശില്പികൾക്ക് സർവശക്തനായ നാഥൻ ദീർഘായുസ്സും ആരോഗ്യവും, പ്രവർത്തന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഉജ്ജ്വലമായൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സമിതിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പ്രമേയം ഇവിടെ സൂചിപ്പിച്ചു, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം 5 മിനിറ്റാണ്. അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസത്തിനെതിരെ പോരാടുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നും നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ചാനലുകൾ തുറന്നു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് വാർത്തകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് സംഭവങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മൾ കാണുന്ന വാർത്തകളും അതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മഹത്തായ സമുദായത്തിൽപ്പെട്ട വക്താക്കളാണ് എന്ന് കാണുമ്പോൾ, ഇത്തരത്തിലുള്ള സാമൂഹികമായ മൂല്യശോഷണം, അതിനെതിരെ പടപൊരുതാൻ, ഉജ്ജ്വലമായൊരു സമൂഹ നിർമ്മിതിക്ക് കൈകോർക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിനും അതുപോലെ അതിൻ്റെ സംഘടനകൾക്കും, പോഷക സംഘടനകൾക്കും സാധിക്കേണ്ടതുണ്ട്. പ്രവാസ ലോകത്തും അതിന് ശക്തമായ രീതിയിൽ കൈകോർക്കാനും ആ കൈകോർപ്പിൽ അണികളാകാൻ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയർ ശില്പികൾക്കൊക്കെ തന്നെ കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെ KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെയും ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും
അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.